നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
ദൈവമേ നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ആണല്ലോ നാം ഈ ഭവനത്തിലായിരിക്കുന്നത്. നമ്മുടെ പ്രിയ സഹോദരൻ ബിജുവിൻ്റെയും ജാൻസിയുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞതായിരിക്കുന്ന ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നാം തീരുമാനിച്ചു. ഇന്ന് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ നമുക്ക് സഭയായി പ്രിയപ്പെട്ടവരോടുകൂടെ ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വിശേഷാൽ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ഇന്ന് നടക്കുന്നതായിരിക്കുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് മാത്രമല്ല, നാം തുടർന്നുള്ള അവരുടെ ജീവിതത്തിൻ്റെ ബന്ധാവുകളിൽ എല്ലാ മേഖലയിലും വലിയവനായിരിക്കുന്ന ദൈവം ധാരാളമായി സഹായിക്കേണ്ടതിന് നാം തുടർന്നും പ്രാർത്ഥനയിൽ അവരെ വഹിക്കേണ്ടതാണ്. ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം കാണിച്ച എല്ലാ കരുണയ്ക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഇപ്പോൾ ഒരു വേദഭാഗം വായിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് നാം ഹാളിലേക്ക് കടന്നു പോകുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ പ്രിയ ബിജുമോൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇറങ്ങാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്തുതിയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓർത്തുപോലെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കർത്താവേ ഇന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നോക്കണം. ഞങ്ങൾ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയാണ് കർത്താവേ ഇതുവരെയും നടത്തിയ എല്ലാ കൃപകൾക്കും നന്ദിയോട് സ്തോത്രം. അവിടെ നടത്തിയ ആലോചനയ്ക്കും അവിടെ നടത്തിയ വിധങ്ങൾക്കുമായിട്ട് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് എല്ലാ കൃപകളാലും ഇവിടെ നിറയ്ക്കുമാറാകണം എന്നടികളോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവിടുന്ന് വഴി നടത്തിയ കർത്താവിൻ്റെ കൃപ തുടർന്നും അടികളോട് കൂടെ ഇരുന്ന് അവിടുന്ന് വഴി നടത്തുമാറാകണം എന്നടികളോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൽ നിന്നും പ്രിയപ്പെട്ടവർക്കും തക്ക സമയത്തോടെ കടന്നു വരാനും അടിയങ്ങൾക്കും ക്ഷേമത്തോടെ കർത്താവെ തക്ക സമയത്ത് തന്നെ ഓടിച്ചെടുത്ത് ചെന്നെത്തുവാനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടത്തുവാനും കർത്താവ് കൃപ ചെയ്യുമാറാകണം എന്നടിയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തക്ക സമയത്ത് തന്നെ കടന്നു വരാനും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ കർത്താവെ ശുശ്രൂഷകൾ നടത്താൻ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടെ നിറയ്ക്കുമാറാകണം എന്നടിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലോചനയും അവിടുത്തെ തീരുമാനവും മാത്രം നടപ്പാക്കാൻ കർത്താവ് ഇടയാക്കുമാറാകണം എന്നടിയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിനും വേണ്ടുന്ന എല്ലാ പ്രബോധനങ്ങളും നിറയ്ക്കണമേ, എല്ലാ മഹത്വവും അവിടെ എടുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നിങ്ങളുടെ സ്തോത്രം. എല്ലാം ഞങ്ങളുടെ ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം. അനുഗ്രഹത്തോടുകൂടി കർത്താവെ കടന്നു വരുവാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ കടന്നു വരാൻ ആഗ്രഹിച്ച് യാത്രകൾ അയക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് തക്ക സമയത്ത് തന്നെ കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം എന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇപ്പോൾ ബലപ്പെടുത്തുമാറാകണം എന്നവരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്ക് നിങ്ങളുടെ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിലേക്ക് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പ്രിയ കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവിടിടങ്ങളിൽ നിന്നായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നാം ഓർത്തതുപോലെ തന്നെ പ്രിയ ബിജുവിൻ്റെയും ജാൻസിയുടെയും മകളായിരിക്കുന്ന കെസിയയുടെയും പ്രിയ സജി അബ്രഹാമിൻ്റെയും ജയനമ സജിയുടെയും മകൻ ജെറിനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് നാം ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി
എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവരെന്നെ കരുതാ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ആയെത്ര ധന്യമേ ലോകജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ആയെത്ര ധന്യമേ ലോകജീവിതം ആധിവേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ ദോഷമായൊന്നും താൻ ചെയ്യയില്ലല്ലോ ആധിവേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ ദോഷമായൊന്നും താൻ ചെയ്യയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ആയെത്ര ധന്യമേ ലോകജീവിതം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണല്ലോ ഇത്. പ്രിയ ജെറിൻ്റെയും കെസിയയുടെയും ജീവിതത്തിൽ അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസമാണ് ഇത്. അവരോടുകൂടെ ചേർന്ന് സന്തോഷിക്കുവാനായിട്ട് ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്ന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരും. നമ്മുടെ കൂടിവരവുകളിൽ സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ, ധൈര്യപ്പെടുവാനൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സന്തോഷവേളയിൽ നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ചു കേൾക്കാം. ഒരു വേദഭാഗം വായിക്കുന്നതിനായിട്ട് ഉപ്പുതറയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷിജോ സെബാസ്റ്റ്യൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 8ാം സങ്കീർത്തനം, Psalms 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന യവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വീണ്ടും മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ശുശ്രൂഷകളുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിനും വേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന അതിന് ഏറ്റവും പിൻബലമായിട്ടിരിക്കുന്നു. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ജീവിതമാണ് എന്ന് നമുക്കറിയാം. ജീവശ്വാസം പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് പ്രാർത്ഥന. അതുകൊണ്ട് നാം ഈ സമയത്ത് നാം എല്ലാവരും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന്, പ്രിയ കുഞ്ഞുങ്ങളുടെ
എല്ലാ വിധത്തിലുള്ള ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിട്ട് 2 ദൈവദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് റാന്നിയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന റാന്നി ബ്രദറൻ സിയോൻ കുന്ന് ബ്രദറൻ ചർച്ചിലെ എൽഡേഴ്സിൽ ഒരാളായിരിക്കുന്ന ശാമുവേൽ തോമസ് അവരുകൾ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കും. രണ്ടാമത് കെൽവരിയ സഭയോടുള്ള ബന്ധത്തിൽ മണവത്ത് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടി ആ നിലയിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഇവാഞ്ചലിസ്റ്റ് ഷാജഹാൻ ബി ഹസൻ അവരുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഈ 2 പേരെയും വളരെ ആദരവോടെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. റാന്നിയിൽ നിന്നും ഇടുക്കിയുടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്നും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഈ ഹോളിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് അനുവദിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊക്കെ ദൈവം കൂടെ ഇരുന്ന് ദൈവം ഞങ്ങളെ പരിപാലിച്ചതിനായിട്ട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ആദ്യം കേട്ടതുപോലെ ഇത് യഹോവ ഉണ്ടാക്കിയിരിക്കുന്ന ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പ്രിയ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ പ്രഭാത സമയം ദൈവം ഞങ്ങളെ അനുവദിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ജെറിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി സഭയായിട്ട് ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതുവഴികൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവരുടെ കർത്താവെ കുടുംബജീവിതത്തോട് ബന്ധത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവെ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം തൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെതായിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ദൈവം ഓരോ കാര്യങ്ങളെ ഓരോ സമയത്ത് ഒരുക്കി തന്നെ അവിടുന്ന് കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജർനാട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സിയോൻ സഭയോട് ബന്ധത്തിൽ അവിടെ കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതം അനുഭവിപ്പാൻ തൻ്റെ പൈതലിനെ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കസിയെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചുകൊണ്ട് ഇവിടെയുള്ള സ്ഥലസഭയോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ ജീവിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അവരിരുവരെയും കർത്താവെ ദൈവം അവരെ ഓർത്തു. അവർക്കൊന്നിച്ച് ചേരുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. കർത്താവെ ഏദനിൽ കർത്താവെ ആദാമിനെ മനുഷ്യന് ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായിരിക്കുന്ന ഒരു തുണയെ ദൈവം ഒരുക്കി കൊടുത്തു. കരങ്ങളിൽ പ്രാർത്ഥിച്ച് പരമേൽപ്പിക്കുവാണ്. അവർ കർത്താവെ ഇന്നു മുതൽ ഇനി അടുത്ത ദിവസങ്ങളിൽ അവരുടെ വിവാഹം നടക്കുവാൻ പോവുകയാണ്. അവരുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ കർത്താവെ കൂടപ്പെട്ടിരിക്കുന്നത്. ദൈവം അവിടുന്ന് എല്ലാം അറിയുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കുഞ്ഞുങ്ങളെ 2 പേരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ, അവിടുന്ന് സഹായിക്കണേ. കർത്താവെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം ശുശ്രൂഷിക്കുന്നവരെ, വിവിധങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ പരിവേൽപ്പിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമം അതിൽ കൂടെ മഹത്വപ്പെടുവാൻ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ, തുടർന്ന് കർത്താവെ ദൈവം അനുവദിച്ചാൽ അടുത്ത 24-ാം തീയതി വിവാഹം നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. കർത്താവെ അതെല്ലാം അനുഗ്രഹമായിട്ട് നടക്കുവാൻ ദൈവം സഹായിക്കുന്ന ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവേ, ഞങ്ങളുടെ പ്രിയ വാത്സല്യം, ഞങ്ങളുടെ അനുഗ്രഹീതമായ സന്തോഷ ദിവസത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഈ ഹാളിൽ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ എല്ലാ പദ്ധതികളും ശ്രേഷ്ഠമാകിയാൽ അത് ഊനമില്ലാത്തതും കുറവ് തീർത്തും അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങൾക്ക് സന്തോഷത്തിനായി കർത്താവിൻ്റെ മുമ്പാകെ വരുവാനിടയാകുന്നതുമായിരിക്കാൻ സ്തോത്രം. കർത്താവിനത്തെ വിവാഹ നിശ്ചയ ദിവസം ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ. സകല ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തിലൂടെ ഈ ഹാൾ വിട്ടു പോകുമ്പോൾ ധന്യമായ നിമിഷമായിരുന്നുവെന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പിന്നെ കുഞ്ഞുങ്ങളുടെ കഥാവിവാഹ ദിവസം, അതുപോലെ തുടർന്നുള്ള കഥാവ് കൊടുക്കുന്ന കുടുംബജീവിതം എല്ലാം ധന്യമാക്കണമേ. തിരുനാമത്തെ മാറ്റപ്പെടുത്തണമേ. യേശു ക്രിസ്തു നാമത്തിലാകിയ പിതാവെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകണമേ.
ശബ്ദം കേൾക്കുന്ന ഒരു കാലയ്ക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാ ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഒരു സങ്കേതമുണ്ട് ഒരു നാടിനും വാതിലടയുകില്ല എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഒരു നാടിനും വാതിലടയുകില്ല എൻ തല ചായിപ്പാൻ ഒരു മാവിടമുണ്ട് ഒരു മാവിടമുണ്ട് യേശുവിൻ മാറും ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ പാടിയിടും ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഇവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് പ്രിയ കെസിയയുടെ പിതാവ് ബിജുവിൻ്റെ അനുജനായിരിക്കുന്ന ബ്രദർ ബിനു MA അവരുകൾ വന്ന് ആ കാര്യം അറിയിക്കുന്നതും അതിനെ തുടർന്ന് ആ പ്രസ്താവനയ്ക്ക് മറുപടിയായി പ്രിയ ജെറിൻ്റെ പിതാവായിരിക്കുന്ന സജി എബ്രഹാം മുൻപോട്ട് വന്ന് ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായിട്ട് സഹോദരന്മാരെ ആദരവോടെ ക്ഷണിക്കും. അതിപരിശുദ്ധമായ നാമം മകത്തുമാറാകട്ടെ. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ സ്നേഹവും സന്തോഷവും നിങ്ങളെ ഏവരെയും അറിയിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. എൻ്റെ ജ്യേഷ്ഠൻ മണവത്ത് വീട്ടിൽ മിസ്റ്റർ ബിജു MAയുടെയും
ജാൻസി ബിജുവിൻ്റെയും മകളും ഹെലിബറിയ ബ്രദറൻ സഭാംഗവുമായ കെസിയ ബിജു റാന്നിയിൽ മുരുപേൽ കുഴിക്കാലായിൽ ഭവനത്തിൽ ബ്രദർ സജി എബ്രഹാമിൻ്റെയും ജൈനമ്മ എബ്രഹാമിൻ്റെയും മകനും റാന്നി സിയോൺ കുന്ന് ബ്രദറൻ സഭാംഗവുമായ ജെറിൻ സജിയുമായിട്ടുള്ള വിവാഹ ആലോചന കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുവാൻ ഇടയായി. പ്രിയ കുഞ്ഞുങ്ങൾ തമ്മിൽ കാണുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും തുടർന്ന് മാതാപിതാക്കളും സഭാപ്രതിനിധികളും ചേർന്ന് ആലോചിക്കുകയും ഇന്നേ ദിവസം അഥവാ 15 മെയ്യിൽ എൻഗേജ്മെൻറ്റും 24/5/2025 സാറ്റർഡേയിൽ റാന്നിയിൽ വെച്ച് വിവാഹവും നടക്കുവാൻ പരസ്പര ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ് എന്ന് കൂടി വന്ന നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളുടെ പൂർണ്ണ തീരുമാനത്തിനാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പറഞ്ഞതുപോലെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആലോചനകളും പ്രാർത്ഥനകളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഇനിയും 24-ാം തീയതി ശനിയാഴ്ച സിയോണിൻ്റെ നേതൃത്വത്തിൽ റാന്നിയിൽ വെച്ച് ഈ കല്യാണം നടത്തുവാൻ ഞങ്ങൾ ഒരു ധാരണയിലായിട്ടുണ്ട്. ആ വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. ഇത് ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമം അവിടെ റാന്നിയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടി വന്നവരെ അറിയിച്ചോളൂ. ഇവിടെ കൂടി വന്നതിൻ്റെതായ ഉദ്ദേശ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. ദൈവം അനുവദിച്ചാൽ 2025 മെയ് മാസം 24-ാം തീയതി ശനിയാഴ്ച റാന്നിയിലുള്ള സിയോൺ കുന്ന് ബ്രദറൻ ചർച്ചിൽ വെച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചതായിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പരസ്യമായി ഇവിടെ അറിയിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റാം. തുടർന്ന് ശുശ്രൂഷയുടെ പ്രാധാന്യമേറിയിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. നാം ഇതുവരെയും പറഞ്ഞ് കേൾക്കുകയാണ് ചെയ്തത്. ചിലർക്ക് മാത്രമേ ഈ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന നിയുക്ത വധുവിനെയും വരനെയും അറിയുകയുള്ളൂ. എന്നാൽ കടന്നു വന്നിരിക്കുന്ന പൊതു സദസ്സ് അവരെ കാണുന്നതിനായിട്ടുള്ള ഒരു അവസരമാണ് ഇനിയുള്ളത്. അവരെ നിയുക്ത വധുവിനെയും വരനെയും അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വളരെ ആദരവോടുകൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. രണ്ടുപേരുടെയും പിതാക്കന്മാരും സഭാപ്രതിനിധികളും ഒപ്പുവയ്ക്കുന്നതായിരിക്കും.
ഈ കാര്യം യഹോവയാൽ വരുന്നു. ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട് ഇരു സഭകളുടെയും കുടുംബങ്ങളുടെയും സാന്നിധ്യത്തോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ സഭകൾ തയ്യാറാക്കിയ നിശ്ചയരേഖയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സൈൻ ചെയ്തു. തുടർന്ന് ആ രേഖ പൊതുസദസ്സിനെ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പെരുവറിയ ബ്രദറൻ ചർച്ച് വിവാഹ നിശ്ചയരേഖ ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഉപ്പതര പഞ്ചായത്തിൽ ഏറുപടം കരയിൽ മണവത്ത് വീട്ടിൽ ശ്രീ ബിജു എമ്മയുടെയും ശ്രീമതി ജാൻസി ബിജുവിൻ്റെയും മകൾ കെസിയ എന്ന് വിളിക്കുന്ന കെസിയ ബിജുവും പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി പഞ്ചായത്തിൽ പറക്കുളം കരയിൽ മുരുപ്പേൽ കുഴിക്കാലായിൽ വീട്ടിൽ ശ്രീ സജി എബ്രഹാമിൻ്റെയും ശ്രീമതി ജൈനമ സജിയുടെയും മകൻ ജെറിൻ സജി എന്ന് വിളിക്കുന്ന ജെറിനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായ 2025 മെയ് മാസം 24 തീയതി ശനിയാഴ്ച പകൽ 10:30 മണിക്ക് സിയോൻ കുന്ന് ബ്രദറൻ സഭയുടെ ഉത്തരവാദിത്വത്തിൽ സിയോൻ കുന്ന് ബ്രദറൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വരന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് ഇരുഭാഗത്തു നിന്നുമുള്ള വേണ്ടപ്പെട്ടവർ ഇന്നേ ദിവസം 2025 മെയ് മാസം 15 തീയതി കൂടിയാലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. വധു കെസിയ ബിജു, വരൻ ജെറിൻ സജി അവർ സൈൻ ചെയ്തിരിക്കുന്നു. വരന്റെ ഭാഗത്തു നിന്ന് വരന്റെ പിതാവ് സജി എബ്രഹാം, വധുവിൻ്റെ പിതാവ് ബിജു എം.എ. സഭാപ്രതിനിധികളും സൈൻ ചെയ്ത ഈ രേഖ വായിച്ചു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രസ്തുത ശുശ്രൂഷ വളരെ ഭംഗിയായി നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിയുക്ത വധുവിൻ്റെയും വരൻ്റെയും പിതാക്കന്മാർ മുൻപോട്ട് വന്ന് ഈ രേഖകൾ കൈമാറുന്നതായിരിക്കും. അതിനായി നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവികമായ 2025 മെയ് മാസം 24 തീയതി ശനിയാഴ്ച ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ നടത്തപ്പെടേണ്ടതിന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് ശുശ്രൂഷകൾ ആദരിക്കപ്പെടേണ്ടതിനായിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിനായിട്ട് നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ച് കർത്താവിന്റെ ദാസൻ സുവിശേഷകൻ എം കെ സണ്ണി പാലകര മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും. പരിശുദ്ധ പിതാവേ, നമ്മുടെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നല്ല വേളയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ സ്നേഹിക്കുകയും അവിടുന്ന് രക്ഷിക്കുകയും അവിടുത്തെ പ്രിയമക്കളാക്കി തീർക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൻ്റെ കർത്താവെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് മുൻപനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ഇഷ്ടപ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ വിദ്യാഭ്യാസം ചെയ്തു. അവരുടെ യൗവനകാലത്ത് കർത്താവിനെ അറിഞ്ഞ് ദൈവമക്കളായി തീർന്ന് സ്ഥലസഭകളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായ സ്തോത്രം. കർത്താവെ, പ്രിയ ക്രിസ്ത്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകൾക്ക് കർത്താവ് കൊടുത്ത കർത്താവെ ജോലിക്കായി അതുപോലെ വിദ്യാഭ്യാസമൊക്കെയായി നന്ദിയോട് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് കർത്താവിൻ്റെ കരങ്ങൾ പ്രവർത്തിപ്പാനിടയായി ആഗ്രഹിച്ച നിലയിൽ കർത്താവെ പ്രിയ മകൻ ജെറിനെ അവിടെ ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. ആകുന്ന ചെയ്തിലേർപ്പെട്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിന് ഹിതമായ കർത്താവെ അടുത്ത ശനിയാഴ്ച 24 തീയതി അവരുടെ വിവാഹം ഏറ്റവും മംഗളമായി നടക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങൾക്ക് ഏറെ അനുഗ്രഹത്തിന് കാരണമാകണം. കുഞ്ഞുങ്ങളുടെയൊക്കെ നല്ല ഭാവി കണ്ട് മാതാപിതാക്കൾക്കും സഭയിലുള്ളവർക്കും ഒക്കെ സന്തോഷിപ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലസഭകൾക്ക് വലിയ ഒരു അനുഗ്രഹവും കർത്താവെ സന്തോഷവുമായി തീരുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ബന്ധമാണിതു പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ മകൻ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ജോണിൻ്റെയും കെസിയയുടെയും ജീവിതത്തിൽ അവരവരെ ഉൾപ്പെട്ടു നിൽക്കുന്നതായിരിക്കുന്ന കുടുംബത്തിൽ നല്ലൊരു ആത്മീകമായിരിക്കുന്ന പൈതൃകം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവർ ജനിച്ച് വളർത്തപ്പെട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ തിരുവചനത്തിലൂടെ അവർ സഭകളിൽ നിന്ന് സൺഡേ സ്കൂളിലൂടെയും സഭാ ശുശ്രൂഷകളിലൂടെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള സന്ദേശങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. എങ്കിലും പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഒരുങ്ങുന്ന ഈ സമയത്ത് അവർ വീണ്ടും വചനം കേൾക്കുവാനായിട്ട് വളരെ ആവശ്യമുണ്ട്. അവർക്ക് മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വചനം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ടതായിരിക്കുന്ന അവൻ്റെ മഹത്വമുള്ള സന്ദേശം ജീവിതത്തിൽ എക്കാലത്തും ഏതൊരു വ്യക്തിക്കും മാർഗദർശിയായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ സമയത്ത് അത് വളരെ അത്യാവശ്യവുമായിരിക്കുന്നത് കൊണ്ട് തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് സഹോദരന്മാർ മുൻപോട്ട് വന്ന് വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വളരെ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രണ്ട് സഹോദരന്മാർ, റാന്നിയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ ചാൾസ് ജോൺ അവറുകളും, കട്ടപ്പനയിൽ ബ്രദറൻ ചർച്ചിലെ എൽഡേഴ്സിൽ ഒരാളായിരിക്കുന്ന ബ്രദർ എം കെ ജോയ്, ഇവർ രണ്ടുപേരും വളരെ ചുരുക്കമായി വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായും നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള പിതാവാം ദൈവമേ, മനോഹരമായ ഈ സന്ദർഭത്തിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിർവഹിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ തിരുഹിതം പോലെ ഈ വിവാഹം തക്ക സമയത്ത് ഈ മാസം 24-ാം തീയതി അനുഗ്രഹമായി നടക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമയം കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നിലനിർത്തിയത് അവിടുത്തെ തിരുവചനമാണ്. മഹത്വവും ഞങ്ങൾ അവിടുത്തെ പുനഃഭാഗത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, നീ നിത്യനായിരിക്കുന്ന ദൈവമാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. നീ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനായി ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ സകല ശിക്ഷാവധിയും നീക്കപ്പെട്ടവരായിട്ട് ഇന്ന് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നുള്ള ഓർമ്മയോടെ
അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടെ ഇടയാക്കിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ നിന്ന് വാഴ്ത്തുന്നു. അവരെ കുടുംബങ്ങളിലായി അവിടെ നിന്ന് അനുഗ്രഹിച്ചു. അവരുടെ ഭാവി കാലത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ നാൾ വരെ ജീവിക്കാൻ അവർക്ക് ഇടയാക്കി. തുടർന്നും അവരുടെ ജീവിതകാലമൊക്കെയും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറുവാൻ അവിടുന്ന് കൃപ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചന കേൾവിയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ഞങ്ങൾ ഓരോ ദിനവും മുൻപോട്ട് ചുവട് വെച്ച് പോകണമെങ്കിൽ അവിടുത്തെ ആലോചന കൂടാതെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, അവിടുത്തെ ആലോചന അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾക്ക് തരണം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് അത് ആവശ്യമായിട്ടുണ്ട്. കൂട്ടിവരുത്തിയ ജനതയ്ക്ക് അവിടുന്ന് ആലോചന തരുന്നത് കൊണ്ട് അത് അവർക്കും ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ആലോചന ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നിറയ്ക്കണം. വരുന്ന നാളുകളിൽ ചൂട് തെറ്റി സഞ്ചരിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതും അവർക്ക് അനുഗ്രഹമായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. എല്ലാ നിലയിലും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. പുത്രന്റെ മഹത്വമുള്ള നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. കാതോർത്തിരിക്കുമ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസൻ തോമസ് മാത്യു കട്ടപ്പന തന്നെ ക്ഷണിക്കുന്നതിന് മുൻപ് ഈ പ്രോഗ്രാം തയ്യാറാക്കുന്ന അവസരത്തിൽ പ്രിയ ബിജുവിനോടും സഭയായും ഒക്കെ ആലോചിച്ചപ്പോൾ ബിജുവിൻ്റെയും ഒക്കെ ആഗ്രഹപ്രകാരം തോമസ് മാത്യു ബ്രദറിനെ വിളിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ താൻ കേരളത്തിലെ ചില ബൈബിൾ കോളേജുകളിലെ അധ്യാപകനാണ്. താൻ ഈ ദിവസം ക്ലാസ് എടുക്കേണ്ടതായിരിക്കുന്ന ഒരു ദിവസവുമായിരുന്നു ഇന്ന്. പ്രിയ ബിജുവിൻ്റെ ഒരു ബന്ധുവും കൂടെ ആയിരിക്കുന്നതിനാൽ താൻ അവർക്ക് വേണ്ടി സഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ആ ക്ലാസ് കട്ട് ചെയ്താണ് വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് പ്രിയ സഹോദരനെ നിങ്ങളുടെ മധ്യത്തിൽ കൂടുതലായി പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ശ്രദ്ധയോടുകൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ തോമസ് മാത്യു കട്ടപ്പന ബ്രദറൻ ചർച്ചിലെ സുവിശേഷകനാണ്. അദ്ദേഹത്തെ എല്ലാ ആദരവോടുകൂടെ ക്ഷണിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീളം കൂടിയ ആളുകൾ ദീർഘഭാഷികളല്ല. പരിമിതമായ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ വാക്കുകളിൽ വചനം അറിയിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ എന്നേക്കാൾ അതികായകന്മാരായ ക്രൈസ്തവ കേരളയ്ക്ക് വളരെ പരിചിതനായ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ, ഞങ്ങളേറെ ബഹുമാനിക്കുന്ന പ്രിയ ചാൾസ് ജോൺ സാറുണ്ട്. ഹൈറേഞ്ചിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠന്മാരായ പ്രിയ എം കെ സണ്ണിച്ചായൻ, എം കെ ജെയിംസ് ചായൻ, ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്ന കട്ടപ്പന സഭയിലെ എല്ലന്മാരുകളായ പ്രിയ എം കെ ജോയൽ. താഴേക്ക് നോക്കിയാൽ അല്പം ഉയരമൊക്കെ എന്നെക്കാളും കുറവാണെങ്കിലും ദീർഘഭാഷണത്തിന് കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന പ്രിയ ഷാജഹാനച്ചായൻ, മറ്റ് സുവിശേഷകന്മാരുടെയൊക്കെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. എല്ലാം ഇവിടെ ഇരുന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങളുടെ പ്രിയ ബിജു ബ്രദറിൻ്റെ മകൾ കെസിയ ഇന്ന് അവളുടെ വിവാഹ നിശ്ചയമാണ്. ബിജു ബ്രദറിനെ പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ തമ്മിലൊരു അടുത്ത ബന്ധമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ബിജു ബ്രദറിനെ എന്ത് ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും നോ എന്ന് പറയാറില്ല. YBFിൻ്റെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ബിജു ബ്രദറെ വരികയല്ലെന്ന് ചോദിച്ചാൽ ഉറപ്പായും വരും എന്ന് പറയും. ക്യാമ്പിന് വന്നു കഴിഞ്ഞാൽ അവിടെ തനിക്ക് ചില പ്രത്യേക ഡ്യൂട്ടികളായിരിക്കും ലഭിക്കുന്നത്. അതെല്ലാം വളരെ വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് പ്രിയ ബിജു ബ്രദർ. അദ്ദേഹത്തോടുള്ള വാത്സല്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾ അദ്ദേഹത്തെ ചേട്ടായി എന്ന് വിളിക്കാറുണ്ട്. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുന്നു.
മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം, അതിൻ്റെ പ്രാരംഭവാക്യം ഭാഗം. മത്തായി 1:19. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും. അതിൻ്റെ 24-ാമത്തെ വാക്യം, യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. വിശുദ്ധ ബൈബിൾ അല്പമെങ്കിലും അറിയാവുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവ ചരിത്രവും അതിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു വിവാഹവും ഒരു വിവാഹ നിശ്ചയവും അതിനോട് അനുബന്ധ സംഭവങ്ങളും ഒരു ശിശുവിൻ്റെ ജനനവും ജനനാനന്തരമുണ്ടായ ചില സംഭവ വികാസങ്ങളും ഒക്കെയാണ് ഇവിടെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദീകരണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമ്മളിവിടുന്ന് വായിക്കുന്നത്. യോസേഫിനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? എല്ലാവരും ഒന്ന് കൂളായിട്ടിരുന്നേ, നമുക്ക് വേഗത്തിൽ നിർത്താം. നിങ്ങളുടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കും സന്തോഷം. എന്താ യോസേഫിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്? അദ്ദേഹം നീതിമാനാകൊണ്ട്. ബൈബിളിൽ ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീതിമാന്മാരായിരുന്നു അല്ലേ. ബൈബിൾ തന്നെയാണ് പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുന്ന ഒരു പദമാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സ്വന്തം നീതി കൊണ്ട് ആത്മരക്ഷയെ പ്രാപിക്കുവാനായിട്ടുള്ള നീതി ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. എന്നാൽ തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നീതിയോടുകൂടെ ജീവിച്ച, ദൈവഭക്തിയോടുകൂടെ ജീവിച്ച ചിലരെ ബൈബിൾ നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മറിയയുടെ ഭർത്താവാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പിന്നീട് ഭർത്താവായി തീർന്ന യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം നീതിമാനായിരുന്നു. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം കർത്താവിനെ അടക്കം ചെയ്യുവാനായിട്ട് കല്ലറ കൊടുത്ത മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ഒരു യോസേഫായിരുന്നു, അരിമത്തിയിലെ യോസേഫ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനും ദൈവരാജ്യം കാത്തിരിക്കുന്നവനുമായിരുന്നു, ഭക്തനായിരുന്നു എന്നാണ് യോസേഫിനെ കുറിച്ച് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ അവിടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ ലൂക്കോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. കൊർന്നല്യോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ശതാധിപൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹവും നീതിമാനായിരുന്നു. എന്നാൽ കൊർന്നല്യോസിന്റെ നീതി പ്രവൃത്തികളൊന്നും തന്റെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീർന്നില്ല. പത്രോസ്ലീഹ വന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞ് അത് അംഗീകരിച്ചപ്പോഴാണ് അദ്ദേഹം ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. കുടുംബജീവിതത്തിൽ ആവശ്യം പാലിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ യോസെഫിന്റെയും മറിയയുടെയും ജീവിതത്തോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന പാഠം, നീതിയുള്ള ഒരു ജീവിതം, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ നീതിബോധത്തോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം ധന്യമായിട്ട് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനീതിയുടെ കൂലി കൊതിച്ച് അനീതിയുടെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകർ പാർക്കുന്ന ഒരു ലോകം ബൈബിളിൽ തന്നെ അങ്ങനെ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുടുംബ ജീവിതങ്ങളിലും ഈ അനീതിയുടെ അംശം കടന്നു വരുന്നത് മുഖാന്തരം ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രിയ ജെറിനോടും കസിയോടും ഇവിടെ കൂടിയിരിക്കുന്ന ദേവദാസന്മാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബ ജീവിതം നീതിപൂർവമായിരിക്കണം. ദൈവസന്നിധിയിൽ നീതിയുള്ള ജീവിതങ്ങളായിട്ട് തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായിട്ട് തീരും. ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും വിവാഹിതരായ പ്രിയപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങൾ നന്നേ കുറവാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലതിലും നമ്മൾ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ധനപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ലോകപരമായിട്ട് ഒക്കെ പല രീതിയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തെ നോക്കിയിട്ട് ആളുകൾ നീതിയുള്ള ഒരു പുരുഷൻ, നീതിയുള്ള ഒരു സ്ത്രീ, ഒരു സഹോദരി എന്ന് പറയുവാനായിട്ട് കഴിഞ്ഞാൽ അതിലപ്പുറമായിട്ടുള്ള ഒരു സാക്ഷ്യം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് യോസെഫിനെ നീതിമാൻ എന്ന് ഇവിടെ
ദൈവത്തിന്റെ വചനം സംബോധന ചെയ്തിരിക്കുന്നത്. അത് മാത്രം 2-3 കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ യോസേഫ് നീതിയുള്ള ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ വചനം അരുത് എന്ന് പറഞ്ഞതിനെയെല്ലാം യോസേഫ് വേണ്ട എന്ന് വെച്ചു. ദൈവത്തിന്റെ ശബ്ദം ചെയ്യുക എന്ന് തന്റെ കാതിൽ മന്ത്രിച്ച കാര്യങ്ങളെയെല്ലാം തന്റെ പ്രായോഗിക ജീവിതത്തിൽ നിർവഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് യോസേഫിനുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നത്, താൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന് പറയുന്ന സ്ത്രീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് യോസേഫ് പറഞ്ഞപ്പോൾ അവൾക്ക് ലോകാപവാദം വരുത്താതെ അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് യോസേഫ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യോസേഫിന് പ്രത്യക്ഷനാകുന്നു. എങ്ങനെയാണ് ഈ സ്ത്രീ ഗർഭിണിയായിരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അവളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മൾ രണ്ടാമത് വായിച്ച വാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ 24-ാമത്തെ വാക്യം മധ്യഭാഗം, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, തന്റെ ഭാര്യയെ ചേർത്തുകൊണ്ടു. അപ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്നോട് പറഞ്ഞ കാര്യത്തെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനസ്സ് യോസേഫിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരുവചനം അതുകൊണ്ട് സംബോധന ചെയ്തിരിക്കുകയാണ്, നീതിമാനായ വ്യക്തി. പ്രിയപ്പെട്ടവരെ, നീതിമാൻ എന്ന് നമുക്ക് സംബോധന ചാർത്തണമെങ്കിൽ ദൈവവും തന്റെ വചനവും കൽപ്പിക്കുന്നത് അനുസരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണം. ഇന്ന് ലോകത്തിൽ അനേക ആളുകൾ നീതിമാന്മാരെന്ന് നടിക്കുകയാണ്. മതപരമായിട്ട് ഞങ്ങൾ നീതിമാന്മാരാണ്, ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നീതി പ്രവൃത്തികളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, കുടുംബത്തിൽ ഞങ്ങൾ നീതിയുടെ വേഷം ധരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഏറിയ പങ്കാളികൾ. എങ്ങനെ ഒരുവൻ ആത്മരക്ഷ പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ, എന്റെ നീതി പ്രവൃത്തികളുടെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അഴിച്ചു വെക്കാം എന്ന് പറയുന്ന ആളുകളെ കാണാറുണ്ട്. എന്നാൽ യോസേഫിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്, യോസേഫിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുകയാണ്, കന്യക അല്ലെങ്കിൽ നിന്റെ ഭാര്യയായ സ്ത്രീ അവൾ ഗർഭിണിയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. ആ മകന്റെ പ്രത്യേകത എന്നുള്ളത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും, രക്ഷിക്കും. അതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ യോസേഫിന് കൃത്യമായിട്ട് മനസ്സിലായി, എനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന എൻ്റെ ആ ഭാവി ഭാര്യ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു. അവളിൽ കൂടെ ഉണ്ടാകുന്ന പുരുഷ പ്രജ ഈ ലോകത്തിന്റെ രക്ഷകനാണ്. അതിലും വലിയ ഒരു ദൈവിക സന്ദേശം യോസേഫിന് കേൾക്കുവാനായിട്ടുണ്ടായിരുന്നില്ല. അതിലും വലിയ ഒരു സന്ദേശം സ്വീകരിക്കുവാനും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യവും അത് തന്നെയാണ്. യോസേഫിനെ പോലെ നീതിയുള്ള ജീവിതം നയിക്കണമെങ്കിൽ ആത്മരക്ഷയോടനുബന്ധിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന വ്യക്തിയാണ് യേശു. ഇപ്പോൾ നമ്മൾ അതിമനോഹരമായ ഒരു പാട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് അനുബന്ധിയായിട്ട് ശ്രവിക്കുകയായിരുന്നു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം. എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ അതിനെ മഹൽ പ്രേമം എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വചനം ജഡമായിട്ട് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നു. അതിൽ വലിയൊരു അത്ഭുതമില്ല. ആ അത്ഭുതത്തിൽ കൂടെ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് വലിയവനായി ദൈവം അയക്കുകയും പുത്രന്റെ കാൽവരി ക്രൂശിലെ ആ മഹൽ സ്നേഹത്താൽ മാനവജാതിക്ക് പാപപരിഹാരം ദൈവം ഒരുക്കി വെക്കുകയും ചെയ്യും. എനിക്ക് നീതിയുക്തമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ചുരുക്കം വാക്കുകളെങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ. ഇതുവരെയും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ദയവായിട്ട് അതിനെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യണം. ഇവിടെ ഒരു വിവാഹ നിശ്ചയം നടക്കുന്നത് തന്നെ ഭാവിയിൽ നടക്കുവാനായിട്ട് പോകുന്ന ഒരു വലിയ വിവാഹത്തിന്റെ നിഴലായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. 2 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാ പദ്ധതിയിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും ഭാവിയിൽ ഒരു വിവാഹമുണ്ട്. ആ വിവാഹം ഒരു ഉറപ്പാണ്. ഇവിടെ
പ്രിയ കസിയുടെയും ജെറിന്റെയും വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഇവിടെ കുറി വായിച്ച് കേട്ടു. വരുന്ന ആഴ്ച 24-ാം തീയതി ദൈവം അനുവദിക്കുന്ന വർഷം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം റാന്നിയിൽ വെച്ച് നടക്കുവാനായിട്ട് പോവുകയാണ്. അത് ഉറപ്പാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന എല്ലാവർക്കും ആത്മരക്ഷയുണ്ട്. അവർ ഭാവിയിലെ ആ വിവാഹത്തിന് വേണ്ടി തങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ സഭയോട് ചേർന്ന് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് നമുക്കതിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹെരോദാവ് മരിച്ചു, തിരികെ വരുവാനായിട്ട് ദൈവത്തിന്റെ ദൂതൻ കൽപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം മടങ്ങി വരികയാണ്. നസറേത്തിൽ പാർക്കുവാനായിട്ട് പറഞ്ഞു. ഒരു എതിർപ്പും കൂടാതെ അവിടെ പാർക്കുന്നു. തന്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിന്റെ വചനത്തോട് നീതി പുലർത്തിയ ഒരു വ്യക്തി. അതുകൊണ്ട് യോസേഫിനെ നീതിമാൻ എന്ന് വിളിക്കുകയാണ്. ജെറിനെ, കസിയെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നീതി ദൈവവചനത്തോടും ദൈവത്തിന്റെ ശബ്ദത്തോടും അനുബന്ധിച്ച് ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ നീതി നമ്മൾ യോസേഫിൽ നിന്ന് പഠിക്കുന്നത് തന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം നീതിമാനായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ വായിച്ച കേട്ട വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായക കൊണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നീതിയുള്ള ഒരു ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം തന്റെ ഭാര്യയ്ക്ക് ഒരു രീതിയിലും ലോകാപവാദം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നീതിയുള്ള ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം തന്റെ ഭർത്താവിന് ഒരു രീതിയിലും എന്ത് ചെയ്യുവാനായിട്ട് പാടില്ല, ലോകാപവാദം വരുത്തുവാനായിട്ട് സാധിക്കില്ല. ഇന്ന് കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാ കുടുംബങ്ങളിലും അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ അത് തീഷ്ണമായിട്ട് തീരുന്നത്, സീരിയസ് ആയിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ലോകാപവാദം വരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, ചില ആത്മഹത്യകളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഒരു ഭാര്യ തന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ട്രെയിനിന്റെ മുമ്പിൽ ചാടി. എന്താണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പല ആളുകളും പല കോണുകളിൽ നിന്നുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇന്നും അതിന്റെ ഉത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വളരെ സ്പഷ്ടമാണ്, തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ലോകാപവാദം വരുത്തുന്ന രീതിയിൽ വളരെ തിക്തമായ ചില കാര്യങ്ങൾ ആ സ്ത്രീ അനുഭവിക്കേണ്ടതായിരുന്നു. അതിൽ മനം നൊന്താണ് അങ്ങനെ ചെയ്തത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഞങ്ങൾ സുവിശേഷന്മാരൊക്കെ പല വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ പല സ്ത്രീകളിൽ നിന്നും കേൾക്കുന്ന വാർത്തകളൊക്കെ ഇത് തന്നെയാണ്. ഭർത്താവ് തന്റെ കൂട്ടുകാരോടൊത്ത് മദ്യപിച്ച് തന്റെ സ്വയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ജീവിതം നയിക്കുന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുന്നു. എനിക്ക് എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൽ അരുതാത്തതാണ് ഒരു ഭാര്യയെ ലോകാപവാദം വരുത്തുന്ന ഭർത്താവ്, ഒരു ഭർത്താവിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഭാര്യ. യോസേഫിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായില്ല. തന്റെ മരണം വരെ തന്റെ ഭാര്യയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്. ആരും പൂർണ്ണരല്ല. യേശുക്രിസ്തു ഒഴികെ ഈ ഭൂമിയിൽ ജനിച്ച ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും അവരുടേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് കൊള്ളുവാനായിട്ടുള്ള ഒരു മനസ്സുള്ളപ്പോൾ അവരെ വിശുദ്ധ ബൈബിൾ സംബോധന ചെയ്യുന്നതാണ് നീതിയുള്ള വ്യക്തിത്വങ്ങൾ. വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. യോസേഫ് നീതിമാനായതിന്റെ മൂന്നാമത്തെ കാരണം തന്റെ മക്കളോടനുബന്ധിച്ചും യോസേഫ് ആരായിരുന്നു? നീതിമാനായിരുന്നു. യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറിയുടെ ശുദ്ധീകരണ കാലം പൂർത്തിയായപ്പോൾ ഈ യോസേഫ് ദേവാലയത്തിലേക്ക് കുഞ്ഞിനെയുമായിട്ട് മറിയയും ചേർത്തുകൊണ്ട് പോവുകയാണ്. ശുദ്ധീകരണത്തിന് വേണ്ടി മോശനായ പ്രമാണം വെച്ചിരുന്ന ഒരു ചില പ്രാവ് കുഞ്ഞുങ്ങൾ, ഒരു കുറുംപ്രാവിനെയും ഇണപ്രാവ് കുഞ്ഞുങ്ങളെയും ഒക്കെ ആയിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയൊന്നും മനുഷ്യനായിരുന്നില്ല. കാരണം ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ പ്രസവാനന്തരം ദേവാലയത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പുരോഹിതൻ ചെയ്യേണ്ടത്, ധനികരായ ആളുകൾ ചെയ്യുന്നത് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദരിദ്രരായ ആളുകൾ ചെയ്യുന്നതാണ് ഈ പ്രാവ് കുഞ്ഞുങ്ങളെയുമായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈ യോസേഫ് ഒരു ദരിദ്രനായിരുന്നു. പക്ഷേ തന്റെ മകന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള മനസ്സാർക്കുണ്ടായിരുന്നു? യോസേഫിനുണ്ടായിരുന്നു. മോശയുടെ ന്യായപ്രമാണം കൽപ്പിച്ചതുപോലെ പരിച്ഛേദനയോടനുബന്ധിച്ചായാലും ബാക്കി കാര്യങ്ങളോട് ബന്ധത്തിലായാലും എല്ലാം കൃത്യമായിട്ട് തന്റെ കുഞ്ഞിനോടനുബന്ധിച്ച് ചെയ്യുന്നു. ഈ യോസേഫിനും മറിയയ്ക്കും പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവരുടെ പേരൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരോടനുബന്ധിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു.
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത വേല ഒരു തച്ചന്റെ വേലയായിരുന്നു. അതാരാണ് പഠിപ്പിച്ചത്? ഈ യോസേഫാണ്. തന്റെ മകന് ജീവിക്കുവാൻ വേണ്ട ഒരു ജോലി അത് ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു യോസേഫ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്റെ കുഞ്ഞുങ്ങളോടനുബന്ധിച്ച് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നീതിയോടെ നിർവഹിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? യോസേഫ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ ഒരു മാതാവിനും പിതാവിനും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനായിട്ട് കഴിയുന്ന നീതി പ്രവൃത്തി അതാണ്. അവരെ കുറിച്ച് ദൈവവചനം പറയുന്നത് ചെയ്യുക. യോസേഫ് അത് ചെയ്തു. അവരെ ദൈവത്തിന്റെ വചനത്തിൽ സമ്പന്നരാക്കി തീർക്കുക. ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം ഞങ്ങളെ വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടെ ചെയ്യുക. അവരെ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു തൊഴിൽ പഠിപ്പിക്കുക, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ടുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക. അങ്ങനെയുള്ള മാതാവിനെയും പിതാവിനെയും ബൈബിൾ സംബോധന ചെയ്യുകയാണ്. അവരെങ്ങനെയുള്ളവരാണ്? അവർ നീതിയുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്ന് കാണുവാനായിട്ട് കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില വാക്കുകൾ പറയുവാനായിട്ടുണ്ട്. അത് നിർവഹിക്കുന്നത് കെസിയുടെ പിതാവ് സഹോദരൻ ബിജുവാണ്. ബിജു മുൻപോട്ട് വന്ന് നന്ദിയുടേതായിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ പറയുന്നതായിരിക്കും. ദൈവം തന്ന അനുഗ്രഹമായ അവസ്ഥയോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കി. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായി. അവിടുന്ന് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ ജീവിതമില്ല. അവിടുത്തെ ധന്യനാണ്. ആ വലുതായ ദൈവത്തോടുള്ള അഗാധമായ നന്ദി, ആയിരം നന്ദികൾ ഈ സമയം ഞാൻ അർപ്പിക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ, എൻ്റെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ജോസാൻ, ഈ അധ്യക്ഷത വഹിക്കുന്നത് എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകം റാന്നിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാരെ, അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ, അവിടെ നിന്നുള്ള കടന്നു വന്ന ബന്ധുവിദ്യാർത്ഥികൾ, ചാർച്ചക്കാർ, എൻ്റെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ, അവരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഡെലിവറിയ സഭയിൽ ഞാൻ എന്നോട് എത്രയോ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകുകയില്ല. ഞാൻ അവര് ഈ വിഷയം എത്രയോ നാളുകളായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബങ്ങൾ എനിക്ക് ദാനമായി തന്നു. എനിക്ക് അവരോടുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. എൻ്റെ മണവത്തെ കുടുംബത്തിൻ്റെ എല്ലാ വ്യക്തികളോടും എൻ്റെ ആഴമായി സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഈ ദിവസങ്ങളിൽ എന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് ഉപദേശം തന്ന, എന്നെ നിർദ്ദേശം തന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ സഹോദരങ്ങളോടുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വചനം ശുശ്രൂഷിച്ച ദൈവദാസൻ എനിക്ക് ആത്മ സുഹൃത്തും എൻ്റെ സഹോദരനുമാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് എന്നോ പറയാൻ എൻ്റെ ഏറ്റവും അടുത്ത ഞാൻ സ്നേഹിക്കുന്ന, എന്നെ അനേക കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ തന്ന് എന്നെ വഴി നടത്തുന്ന പ്രിയ സഹോദരൻ, വചനം സൂക്ഷിക്കാൻ കിട്ടിയത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹമാണ് എനിക്ക് ഇന്ന് സഫലമായിരിക്കുന്നത്. ഞാൻ ആ പ്രിയ സഹോദരനോടുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കൈകാര്യം ചെയ്യുന്നു വന്ന എൻ്റെ സഹോദരങ്ങൾ ഒരു വ്യക്തിപരമായി എനിക്ക് എല്ലാവരോടും പറയണമെന്ന് എനിക്കുണ്ട്. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ കഴിഞ്ഞ നാളിൽ അവരുടെ കരങ്ങളിൽ എന്നെ പ്രാർത്ഥിക്കുകയും എന്നെ ഉപദേശങ്ങൾ തന്ന് ഈ നാടുകളിൽ നടത്തുന്ന അനേക സഹോദരങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സുവിശേഷകന്മാരുണ്ട്, സഭാ ശുശ്രൂഷകന്മാരുണ്ട്. അവരുടെ ഹൃദയമായ